കൊമേഴ്സ് ചാപ്റ്റർ 10 ഇന്റേണൽ ട്രേഡ് ഓഡിയോ ഓവർവ്യൂ. ഹായ്, കൊമേഴ്സിലെ 10ാമത്തെ ചാപ്റ്റർ ഇന്റേണൽ ട്രേഡാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പേരുകേട്ട് പേടിക്കേണ്ട, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് ഈ ചാപ്റ്റർ നമുക്ക് പഠിച്ചെടുക്കാം. റെഡിയല്ലേ? തുടങ്ങാം. ഈ ചാപ്റ്റർ പരീക്ഷയ്ക്ക് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത്. നോക്കൂ, നമ്മളാകെ 6 കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം എന്നതിൻ്റെ ഒരു വലിയ ചിത്രം നമ്മൾക്ക് കിട്ടും. പിന്നെ ഈ കളിയിലെ 2 പ്രധാന താരങ്ങളെപ്പറ്റി പഠിക്കും, ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും. പിന്നെ ഒരു സാധനം ഫാക്ടറിയിൽ നിന്ന് എങ്ങനെ നമ്മുടെ കയ്യിലെത്തുന്നു, ഏതൊക്കെ തരം കടകളുണ്ടെന്നൊക്കെ നോക്കും. പുതിയൊരു ടാക്സ് ഉണ്ടല്ലോ, GST, അതിനെപ്പറ്റി സിമ്പിളായിട്ടൊന്ന് പറയും. പിന്നെ ഏറ്റവും അവസാനം, ഇതാണ് ഏറ്റവും പ്രധാനം, പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ള ചില സൂത്രപ്പണികളും ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങിയാലോ? ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം ട്രേഡ്, ദ ബിഗ് പിക്ചർ. എന്തിനാണ് ഈ ചാപ്റ്റർ ഇത്ര പ്രാധാന്യത്തോടെ പഠിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഞാൻ പറയാം, ഇതൊരു ബേസിക് ചാപ്റ്റർ ആണെങ്കിലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ്. പ്രത്യേകിച്ച് ആരാണ് ഹോൾസെയിലർ, ആരാണ് റീറ്റെയിലർ, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ബേസ് ഒന്ന് സ്ട്രോങ് ആക്കിയാൽ തന്നെ നല്ല മാർക്ക് നമ്മുടെ പോക്കറ്റിൽ വീഴും. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക്കായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഈ ട്രേഡ് എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്. ലാഭം കിട്ടാൻ വേണ്ടി നമ്മൾ സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. ശരി, അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇന്റേണൽ ട്രേഡ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് ഉള്ളിൽ നടക്കുന്ന കച്ചവടം. ഉദാഹരണത്തിന്, നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എന്തെങ്കിലും വിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങുന്നു. ഇതെല്ലാം ഇന്റേണൽ ട്രേഡിൻ്റെ ഭാഗമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ രാജ്യത്തിനകത്തുള്ള കച്ചവടം നടക്കണമെങ്കിൽ അതിന് 2 പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അവരെ നമുക്ക് ഈ ഇന്റേണൽ ട്രേഡിന്റെ 2 തൂണുകൾ എന്ന് തന്നെ വിളിക്കാം. ആരാണവർ? 1 ഹോൾസെയിലർ, അതായത് മൊത്ത കച്ചവടക്കാരൻ. 2 റീറ്റെയിലർ, അതായത് ചില്ലറ വിൽപ്പനക്കാരൻ. ഇവരെപ്പറ്റിയാണ് നമ്മളിനി വിശദമായി പഠിക്കാൻ പോകുന്നത്. ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഈ സ്ലൈഡ് നോക്കിയാൽ മതി. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം ഹോൾസെയിൽ ട്രേഡ്. ഇവരെന്താ ചെയ്യുന്നത്? ഉൽപ്പാദകരുടെ അടുത്തുപോയി ആയിരക്കണക്കിന് സോപ്പ് അല്ലെങ്കിൽ 10,000 പേന, അങ്ങനെ വലിയ അളവിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങും. എന്നിട്ട് എന്തു ചെയ്യും? അത് ചെറിയ ചെറിയ ലോട്ടുകളായിട്ട്, അതായത് ഒരു 100 സോപ്പ് 200 പേന എന്ന കണക്കിൽ റീറ്റെയിലർമാർക്ക് വിൽക്കും. അപ്പോൾ അവരുടെ ലക്ഷ്യമെന്താ? വീണ്ടും വിൽക്കുക, അതായത് റീസെയിൽ. ഇനി റീറ്റെയിൽ ട്രേഡിന്റെ കാര്യം നോക്കൂ. ഇവർ ഹോൾസെയിലർമാരിൽ നിന്ന് ഈ ചെറിയ ലോട്ടുകൾ വാങ്ങും. എന്നിട്ട് നമുക്ക്, അതായത് കൺസ്യൂമേഴ്സിന് 1-2 സോപ്പ് അല്ലെങ്കിൽ ഒരു പേന എന്ന രീതിയിൽ വളരെ ചെറിയ അളവിൽ വിൽക്കും. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ്? ഫൈനൽ കൺസംഷൻ, അതായത് നമ്മളത് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കാം, ആരാണ് ഒരു ഹോൾസെയിലർ? സിമ്പിളായി പറഞ്ഞാൽ, മാനുഫാക്ചററുടെയും റീറ്റെയിലറുടെയും ഇടയിലുള്ള ഒരു പാലമാണിയാൾ. മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങി റീറ്റെയിലർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഒരു കാര്യം ഓർക്കണം, ഇവർ സാധാരണയായി നമ്മളെപ്പോലെ കടയിൽ പോയി സാധനം വാങ്ങുന്നവർക്ക് നേരിട്ട് വിൽക്കാറില്ല. ഇനി റീറ്റെയിലർ ആരാണെന്ന് നോക്കാം. ഇതാണ് നമുക്ക് ഏറ്റവും പരിചയമുള്ള ആള്. ഒരു സാധനം അതിൻ്റെ അവസാനത്തെ ഉപഭോക്താവായി നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ആളാണ് റീറ്റെയിലർ. നമ്മുടെ വീടിനടുത്തുള്ള പെട്ടിക്കട, സൂപ്പർമാർക്കറ്റ്, ഇതൊക്കെ ആരാണ്? റീറ്റെയിലർമാരാണ്. ആ സപ്ലൈ ചെയിനിലെ അവസാനത്തെ കണ്ണിയാണിവർ. അപ്പോൾ ഈ ഹോൾസെയിലറും റീറ്റെയിലറും ഒക്കെ ചേരുമ്പോൾ ഒരു സാധനം എങ്ങനെയാണ് നമ്മുടെ കയ്യിലെത്തുന്നത്? ഒരു സോപ്പ് ഫാക്ടറിയിൽ ഉണ്ടാക്കിയാൽ അത് നമ്മുടെ അടുത്തുള്ള കടയിലെത്താൻ എന്ത് വഴിയാണ് സ്വീകരിക്കുന്നത്? ആ യാത്രയെക്കുറിച്ചാണ് നമ്മളിനി നോക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്നൊക്കെ പറയുന്നത്. നോക്കൂ, ഒരു പ്രൊഡക്റ്റിന്റെ യാത്രയ്ക്ക് പ്രധാനമായും 4 സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് 1 മാനുഫാക്ചറർ, ഇയാളാണ് സാധനം ഉണ്ടാക്കുന്നത്. സ്റ്റെപ്പ് 2 ഹോൾസെയിലർ, ഇയാൾ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങുന്നു. സ്റ്റെപ്പ് 3 റീറ്റെയിലർ, ഇയാൾ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് ചെറിയ അളവിൽ വാങ്ങുന്നു. സ്റ്റെപ്പ് 4 കൺസ്യൂമർ, അതായത് നമ്മൾ റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നു. സിമ്പിൾ അല്ലേ ഈ ഫ്ലോ? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ഏരിയയിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക, ഒരു ഹോൾസെയിലർ മാനുഫാക്ചറർക്ക് എന്തെല്ലാം സേവനങ്ങളാണ് നൽകുന്നത്? ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമതായി, ഹോൾസെയിലർമാർ ലക്ഷക്കണക്കിന് യൂണിറ്റുകൾക്ക് ഓർഡർ കൊടുക്കുമ്പോൾ മാനുഫാക്ചറർക്ക് വലിയ തോതിൽ ഉൽപ്പാദനം നടത്താൻ പറ്റും. രണ്ടാമതായി, റിസ്ക് ഏറ്റെടുക്കുന്നു. സാധനങ്ങൾ മോഷ്ടിക്കപ്പെടാം, കേടുവരാം, വില കുറയാം. ഈ നഷ്ടസാധ്യതയൊക്കെ ഹോൾസെയിലറാണ് ഏറ്റെടുക്കുന്നത്. മാനുഫാക്ചറർക്ക് അതൊരു വലിയ ആശ്വാസമാണ്. പിന്നെ ചിലപ്പോൾ അഡ്വാൻസായി പണം കൊടുത്ത് സാമ്പത്തികമായി സഹായിക്കും. മാർക്കറ്റിൽ എന്തിനാണ് ഡിമാൻഡ് എന്നതിനെക്കുറിച്ച് നല്ല ഉപദേശങ്ങൾ കൊടുക്കും. സാധനങ്ങൾ എല്ലായിടത്തും എത്തിക്കാനും മാർക്കറ്റ് ചെയ്യാനും സഹായിക്കും.
പിന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം കൊടുക്കും. കണ്ടില്ലേ എത്ര വലിയ സഹായമാണ് ഹോൾസെയിലർ ചെയ്യുന്നത്? അതേപോലെ ഹോൾസെയിലർ റീറ്റെയിലർക്കും സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള കടക്കാരന് എന്തൊക്കെ സഹായമാണ് കിട്ടുന്നത് നോക്കാം. ഒന്നാമതായി, കടയിൽ സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നെ പരസ്യമൊക്കെ കൊടുത്ത് മാർക്കറ്റിങ്ങിന് സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കടം കൊടുക്കും. റീറ്റെയിലർക്ക് സാധനങ്ങൾ കടമായി കൊടുക്കും. പണം പിന്നെ കൊടുത്താൽ മതി. ഇതുകൊണ്ടാണ് പല ചെറിയ കടകളും മുന്നോട്ടു പോകുന്നത്. പിന്നെ പുതിയ പ്രോഡക്റ്റുകളെക്കുറിച്ചുള്ള അറിവ് കൊടുക്കും. അതുപോലെ റീറ്റെയിലർക്ക് ഒരുപാട് സ്റ്റോക്ക് വെക്കേണ്ടി വരുന്നില്ല. അതിനാൽ നഷ്ടസാധ്യതയും കുറയുന്നു. ശരി, ഇനി നമുക്ക് റീറ്റെയിൽ കടകളുടെ ലോകത്തേക്ക് പോകാം. വഴിയോരത്ത് സാധനങ്ങൾ വിൽക്കുന്ന ആള് മുതൽ വലിയ ഷോപ്പിംഗ് മാളുകൾ വരെ പലതരം റീറ്റെയിലർമാരുണ്ട്. പരീക്ഷയ്ക്ക് സാധാരണയായി വലിയ കടകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കാറ്. റീറ്റെയിലർമാരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ്. ഇവർക്ക് ഒരു സ്ഥിരം കടയില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സാധനങ്ങൾ വിൽക്കും. നമ്മുടെ വഴിയോര കച്ചവടക്കാരില്ലേ, അവരൊക്കെ ഈ ഗ്രൂപ്പിൽ വരും. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. പേരുപോലെ തന്നെ ഇവർക്കൊരു സ്ഥിരം സ്ഥലത്ത് കടയുണ്ടാകും. നമ്മുടെ നാട്ടിലെ പലചരക്ക് കടകളും വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളും ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി വരുന്നത് ഒരു ഷ്യൂർ എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറും മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ചെയിൻ സ്റ്റോറും തമ്മിലുള്ള വ്യത്യാസം. ഈ ടേബിൾ അതുപോലെ പഠിച്ചാൽ മതി. നമുക്ക് നോക്കാം. ലൊക്കേഷൻ. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ സാധാരണയായി ടൗണിന്റെ നടുക്ക് ഒരെണ്ണമേ കാണൂ. പക്ഷേ ചെയിൻ സ്റ്റോറോ ഒരേ പേരിൽ പല സ്ഥലങ്ങളിൽ കാണാം. പ്രോഡക്ട്സ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ ഒരു സൂചി മുതൽ ഫ്രിഡ്ജ് വരെ, അതായത് പലതരം സാധനങ്ങൾ കിട്ടും. പക്ഷേ ചെയിൻ സ്റ്റോറിൽ ഒരു പ്രത്യേകതരം സാധനം മാത്രമേ കാണൂ. ഉദാഹരണത്തിന് ചെരുപ്പ് കട അല്ലെങ്കിൽ ബേക്കറി. സർവീസസ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ ഹോം ഡെലിവറി പോലുള്ള ഒരുപാട് സേവനങ്ങളുണ്ടാകും. ചെയിൻ സ്റ്റോറിൽ അത് കുറവായിരിക്കും. പ്രൈസിംഗ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ വിലയിൽ മാറ്റങ്ങൾ വരാം. പക്ഷേ ചെയിൻ സ്റ്റോറിൽ എവിടെ പോയാലും ഒരേ വിലയായിരിക്കും. കസ്റ്റമേഴ്സ്. സാധാരണയായി ഉയർന്ന വരുമാനമുള്ളവരാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ പോകുന്നത്. ചെയിൻ സ്റ്റോറിൽ എല്ലാത്തരം ആളുകളും പോകും. ക്രെഡിറ്റ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ ചിലപ്പോൾ കടം കിട്ടും. പക്ഷേ ചെയിൻ സ്റ്റോറിൽ പണം കൊടുത്താൽ മാത്രമേ സാധനം കിട്ടൂ. ഈ വ്യത്യാസങ്ങൾ പോയിന്റായി പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കച്ചവടത്തിലെ ഒരു പുതിയതും പ്രധാനപ്പെട്ടതുമായ കാര്യത്തിലേക്ക് വരാം. GST. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ വാക്ക്. പണ്ട് ഒരുപാട് ടാക്സുകളുണ്ടായിരുന്നു. വാറ്റ്, സർവീസ് ടാക്സ്, അങ്ങനെ കുറേ. ഇത് കച്ചവടക്കാർക്ക് വലിയ തലവേദനയായിരുന്നു. ഇതിനെല്ലാം മാറ്റി ഒറ്റ ടാക്സാക്കി കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് GST. അപ്പോൾ എന്താണ് ഈ GST? അതിന്റെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്. ഒരു സാധനമുണ്ടാക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് അത് ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിലെത്തുന്നതുവരെ അതിന്റെ വിലയുടെ മുകളിൽ ചുമത്തുന്ന ഒറ്റ ടാക്സ്. ഇതിന്റെ ആശയം ഒരു രാജ്യം ഒരു നികുതി എന്നതാണ്. ഇത് വന്നതോടെ കച്ചവടം കുറച്ചുകൂടി എളുപ്പമായി. ഈ GST എല്ലാ സാധനങ്ങൾക്കും ഒരേപോലെയല്ല. പല സാധനങ്ങൾക്കും പല റേറ്റാണ്. ഇതിനെയാണ് നമ്മൾ GST സ്ലാബുകളെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 5%, 12%, 18% എന്നിങ്ങനെ സ്ലാബുകളുണ്ട്. സാധാരണയായി നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ടാക്സ് കുറവായിരിക്കും. ആഡംബര വസ്തുക്കൾക്ക് ടാക്സ് കൂടുതലായിരിക്കും. അത്രമാത്രം ഓർത്തുവെച്ചാൽ മതി. ശരി, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം പഠിച്ചു. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. ഇതെല്ലാം പഠിച്ചാൽ മാത്രം മതിയോ? പോരാ. പരീക്ഷയ്ക്ക് എങ്ങനെ നല്ല മാർക്ക് വാങ്ങാമെന്നുകൂടി അറിയണം. അതിനുള്ള ചില ടിപ്സാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ എവിടെയാണ് തെറ്റുവരുത്താൻ സാധ്യതയെന്ന് ആദ്യം അറിയണം, അല്ലേ? ഈ ചാപ്റ്ററിൽ കുട്ടികൾ സാധാരണയായി വരുത്തുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതറിഞ്ഞാൽ നമുക്ക് ആ തെറ്റുകൾ ഒഴിവാക്കാം. ഈ കൺഫ്യൂഷനുകൾ ഒഴിവാക്കണം കേട്ടോ. പലരും വിചാരിക്കും ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ ഒരു തരം സാധനമേ ഉള്ളൂ എന്ന്. അത് തെറ്റാണ്. അവിടെ പലതരം സാധനങ്ങളും കിട്ടും. പിന്നെ ഹോൾസെയിലർമാർ നമുക്ക് നേരിട്ട് വിൽക്കുമെന്ന് ചിലരെഴുതും. ഇല്ല, അവർ റീറ്റെയിലർമാർക്കാണ് വിൽക്കുന്നത്. അതുപോലെ സ്ഥിരമായി കടയുള്ളതെല്ലാം വലിയ കടകളാണെന്നും വിചാരിക്കരുത്. നമ്മുടെ അടുത്തുള്ള ചെറിയ കടയും ഒരു ഫിക്സഡ് ഷോപ്പാണ്. ഈ കാര്യങ്ങൾ ക്ലിയറായി മനസ്സിൽ വെച്ചാൽ തന്നെ അനാവശ്യമായി മാർക്ക് പോകുന്നത് ഒഴിവാക്കാം. ഒരു പെർഫെക്റ്റ് ഉത്തരം എങ്ങനെ എഴുതാം? ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു തരാം. സ്റ്റെപ്പ് 1, ചോദ്യം കിട്ടിയാൽ ധൃതി പിടിക്കരുത്. 2 തവണയെങ്കിലും വായിക്കുക. സ്റ്റെപ്പ് 2, ചോദ്യത്തിലെ പ്രധാന വാക്കുകൾ ഏതാണെന്ന് കണ്ടെത്തുക. സർവീസസ്, ഡിഫറൻസ് എന്നിങ്ങനെയുള്ള വാക്കുകൾ. സ്റ്റെപ്പ് 3, ഒരു 1-2 വരിയിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. സ്റ്റെപ്പ് 4, പാരഗ്രാഫായി വലിച്ചുവാരി എഴുതരുത്. ഹെഡിങ്ങുകൾ കൊടുക്കുക, പോയിന്റുകളായി എഴുതുക. സ്റ്റെപ്പ് 5, പ്രധാനപ്പെട്ട വാക്കുകളുടെ അടിയിലൊന്ന് വരച്ചിടുക. സ്റ്റെപ്പ് 6, ഒരു സിമ്പിൾ കൺക്ലൂഷൻ എഴുതി അവസാനിപ്പിക്കുക. ഇങ്ങനെ എഴുതിയാൽ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് വളരെ സന്തോഷമാവും. ഫുൾ മാർക്കും കിട്ടും. പരീക്ഷയുടെ തലേദിവസം എല്ലാം കൂടി ഓർക്കാൻ ഈയൊരു മെമ്മറി കാർഡ് നിങ്ങളെ സഹായിക്കും. നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഹോൾസെയിലർ ബൾക്കായി വാങ്ങി റീറ്റെയിലർക്ക് വിൽക്കുന്നു. റീറ്റെയിലർ
ഹോൾസെയിലറിൽ നിന്ന് വാങ്ങി കൺസ്യൂമർക്ക് വിൽക്കുന്നു. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, ഒറ്റ കെട്ടിടത്തിനുള്ളിൽ ഒരുപാട് തരം പ്രോഡക്ട്സ്. ചെയിൻ സ്റ്റോർ, ഒരേ തരം പ്രോഡക്റ്റ് പല സ്ഥലങ്ങളിൽ. GST, സാധനങ്ങൾക്കും സേവനങ്ങൾക്കും മുകളിലുള്ള ഒറ്റ ടാക്സ്. ഇത് മനസ്സിൽ ഒരു ഫോട്ടോ പോലെ പതിപ്പിച്ചു വയ്ക്കുക. ഇനി പരീക്ഷയ്ക്ക് ഒരാഴ്ചയേ ഉള്ളൂ. ടെൻഷൻ അടിക്കണ്ട, ഈയൊരു പ്ലാൻ ഫോളോ ചെയ്താൽ മതി. സ്റ്റെപ്പ് 1, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ഓഡിയോ ഒരു 2-3 തവണ കേൾക്കുക. അപ്പോൾ ഒരു നല്ല ബേസ് കിട്ടും. സ്റ്റെപ്പ് 2, ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്റർ നന്നായി ഒന്ന് വായിക്കുക. സ്റ്റെപ്പ് 3, ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലുള്ള ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമെഴുതി പരിശീലിക്കുക. ഇത് വളരെ പ്രധാനമാണ്. സ്റ്റെപ്പ് 4, പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് നിങ്ങൾ എഴുതിയ നോട്ടുകളും ഞാൻ തന്ന ഈ സമ്മറിയും ഒന്നുകൂടി മറിച്ചു നോക്കുക. ഇത്രയും ചെയ്താൽ ഈ ചാപ്റ്റർ നിങ്ങളുടെ കയ്യിലിരിക്കും. ഒരു കാര്യം ഓർക്കുക, കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയും സ്മാർട്ടായി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്നതാണ് വിജയത്തിന്റെ രഹസ്യം. നിങ്ങൾക്കിത് എന്തായാലും പറ്റും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നന്നായി എഴുതുക.